അതേപോലെ തന്നെ നമുക്ക് ഹീബ്രു പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഞാനും അങ്ങനെ ഒരുപാടൊന്നും എനിക്ക് അറിയത്തില്ല. കുറച്ച് കുറച്ച് വാക്കുകളെ അറിയത്തുള്ളൂ. പിന്നെ ഇവിടെ ഇമ്മ പറഞ്ഞു തരും കേട്ടോ. കാരണം ആബിക്ക് ഒട്ടും ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. ഹീബ്രു മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എന്നോട് പറയും, "ലിജി നീ ഹീബ്രു പഠിക്കണമെന്ന്." അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് യൂട്യൂബിൽ നോക്കി കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹീബ്രു വാക്കുകൾ പഠിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇസ്രായേലിന് വരാൻ നിൽക്കുന്ന കുട്ടികളും ക്ലാസ് കൂടാൻ നിൽക്കുന്ന പിള്ളേരും മുംബൈയിൽ ഓൾറെഡി ക്ലാസ് കൂടിയിരിക്കുന്ന കുട്ടികൾക്കൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ എങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊപ്പം തന്നെ ഫോളോ ചെയ്യുക. ഹീബ്രു ഒക്കെ പഠിക്കുക കേട്ടോ. ഇവിടെ വന്നിട്ട് പഠിക്കാമെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വാക്കുകൾ നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്ന വാക്കാണ് കേട്ടോ, ഹലോ. നമ്മൾ നാട്ടിലൊക്കെ വെച്ച് ഞാനും പഠിച്ചിരുന്ന വാക്ക് ശാലോം. ശാലോം എന്നായിരുന്നു. നമ്മുടെ ശാലോം ടെലിവിഷനൊക്കെ നമുക്ക് ഓർമ്മ വരും. പക്ഷെ ശരിക്കും ശലോം എന്നാണ് പറയുന്നത് കേട്ടോ. ശലോം. ഹലോ, ശലോം. ഇനി സബാത്തിനെ എല്ലാവരും വിളിച്ച് ഫോണൊക്കെ വിളിക്കും. ഇവിടെ അമ്മച്ചിയാണെങ്കിലും ഫോൺ വിളിച്ച് വിഷ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ പരസ്പരം എല്ലാവരും വിഷ് ചെയ്യുന്നതാണ് ശലോം സബാത്ത്. ശലോം സബാത്ത്. പിന്നെ സാറ്റർഡേ ഈവനിങ് മുതൽ അടുത്ത ദിവസം തുടങ്ങുകയാണ്. പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള പ്രിപ്പറേഷനൊക്കെയാണ്. അപ്പോൾ അവർ ഫോണൊക്കെ വിളിക്കുമ്പോൾ പറയുന്നതാണ് ഷൗവ തോവ്. ഷൗവ തോവ്. ഹാവ് എ ഗുഡ് വീക്ക് എന്നാണ് ഷൗവ തോവ്. അപ്പോൾ ഈ 3 വാക്കും മെയിനായിട്ടും പഠിക്കുക. ഹലോ, ശലോം, ശലോം സബാത്ത്, ഷൗവ തോവ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.